അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് വെച്ചിട്ടുള്ള പാക്കിൻ്റെ ഫൈനൽ റിസൾട്ടാണ്. അടിപൊളി തന്നെയാണ് അല്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇന്ന് നമുക്ക് തൈര് വെച്ചിട്ടുള്ള അടിപൊളി പാക്ക് തന്നെയാണ്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ്. നമ്മൾ 2 ദിവസം മുൻപ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല റിസൾട്ട് തന്നെയാണ് കേട്ടോ. നല്ല കിഡ് റിസൾട്ട് തന്നെയാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു പാക്ക് തുടർച്ചയായിട്ട് ഇടും. നമുക്ക് എപ്പോഴും ഇടാൻ പറ്റിയിട്ടുള്ള ഒരു പാക്കാണ്. അത് ഡ്രൈ സ്കിന്നായാലും ഓയിൽ സ്കിന്നായാലും ആർക്കായാലും ഇടാൻ പറ്റുള്ള ഒരു പാക്കാണ്. അതിന് ശേഷം നമ്മൾ കടലമാവും തൈരൊക്കെയാണ് അതിൽ ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഓയിലിനെ നിലനിർത്താനും അനാവശ്യമായിട്ടുള്ള ഓയിലിനെ വലിച്ചെടുക്കാനും ഒക്കെ പറ്റിയിട്ടുള്ള അടിപൊളി പാക്കാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ തൈര് വെച്ചിട്ടുള്ള പാക്കാണ്. അതിലോട്ട് നമ്മൾ ഒരു 2 ഐറ്റംസ് മാത്രമേ ചേർക്കണുള്ളൂ. അത് നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ തന്നെയാണ്. ഇത് എല്ലാവർക്കും മനസ്സിലാവും, ബീട്രൂട്ടാണ് കേട്ടോ. ഞാനത് ഇങ്ങനെ ചീകി കൊണ്ടുവന്നിട്ടുള്ളതാണ്. നമുക്കിതിൻ്റെ ഒരു ഒരു ഒറ്റ ടീസ്പൂൺ നീരിൻ്റെ ആവശ്യമേ ഉള്ളൂ കേട്ടോ. ഇതൊരു പകുതി ബീട്രൂട്ട് ആക്കി കൊണ്ടുവന്നതാണ്. ബാക്കിയുള്ള ബീട്രൂട്ട് നമുക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമുക്ക് ആ പാക്ക് ഇടാനായിട്ട് പറ്റും. പിന്നെ അതിലോട്ട് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്സ് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് പാക്കാണ് നമുക്ക് നമ്മുടെ സ്കിന്നിന് പറ്റാന്ന് നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഏത് പാക്കായാലും നമുക്ക് പെട്ടെന്ന് ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്ത് വയ്ക്കുക. ഇത് ഓട്സ് പൊടിച്ച് വയ്ക്കും, അതുപോലെ തന്നെ പഞ്ചസാര പൊടിച്ച് വയ്ക്കും, അങ്ങനത്തെ കുറച്ച് ഐറ്റംസുകളൊക്കെ കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ തൈര് കൂട്ടിനെയാണ് വേണ്ടത്. ആദ്യം നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇച്ചിരികോളം തൈര് എടുത്തിട്ടൊന്ന് മുഖത്ത് ഒന്ന് ഒരു ക്ലൻസിങ് പോലെ കൊടുക്കാം കേട്ടോ. അതെപ്പോഴും നമ്മൾ ചെയ്യണത് വളരെയധികം ഗുണം ചെയ്യണ ഒരു കാര്യമാണ്. അടിപൊളിയാണ്. അത് നമ്മൾ കഴുകി കളയൊന്നും വേണ്ട. ഒരു 2 മിനിറ്റ് നേരം നമ്മുടെ മുഖത്തിങ്ങനെ ഒരു മസാജ് കൊടുത്താൽ മതി. ഒരു 1/4 ടീസ്പൂൺ അത്രയ്ക്കേ വേണ്ടൂ, അധികമൊന്നും വേണ്ട കേട്ടോ. അപ്പം തന്നെ നമ്മുടെ മുഖത്തിന് നല്ലൊരു മാറ്റമാണ്. എനിക്ക് നല്ല ചെയ്തു നോക്കിയിട്ടേ നല്ല കമൻറ്റ് വരുമ്പോൾ നമുക്ക് എന്ത് സന്തോഷമെന്നറിയൂ. പിന്നെ എല്ലാതും നമ്മളിവിടെ ഇങ്ങനെ ഫേസിൽ ചെയ്ത് കാണിച്ചിട്ടാണ് നമ്മളിവിടെ ആക്കണത്. അപ്പോൾ പിന്നെ നമുക്ക് അപ്പോൾ അവർക്ക് കാണുന്നവർക്കും ഒരു വിശ്വാസമാവില്ല. നമ്മൾ വെറുതെ ഇങ്ങനെ ഇരുന്ന് ചുമ്മാ അത് നല്ലതാണ് ഇത് നല്ലതാണെന്ന് പറയണേക്കാളും നല്ലത് നമ്മൾ ഒത്തിരി കൂടിയൊക്കെ നമ്മളിവിടെ ചെയ്ത് കാണിക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് ലൈവായിട്ടും കൂടി കാണുമ്പോൾ നമുക്കത് വിശ്വാസം തന്നെ വരും അല്ലേ. പിന്നെ ഏത് പാക്ക് ഏത് സ്കിന്നിന് ഇടാം അതറിയാത്ത ആൾക്കാരാണ് കൂടുതൽ. അപ്പോൾ നമ്മൾ ഡ്രൈ സ്കിന്ന് ഓയിൽ സ്കിന്നിനൊക്കെ പ്രത്യേകം പാക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത് കേട്ടോ. ഇതൊക്കെ ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു പാക്ക് തന്നെയാണ്. നമ്മളിതിങ്ങനെ ആക്കി ഒന്ന് പിടിപ്പിക്കേണ്ട ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ എന്താ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാ പാക്കും ഇവിടെ ഇട്ട് കാണിക്കുമ്പോൾ അതിൻ്റെ ഗുണം എൻ്റെ മുഖത്ത് എനിക്ക് നല്ല പോലെ കിട്ടുന്നുണ്ടെന്നുള്ളത് എനിക്ക് ഇപ്പോൾ കൂടുതൽ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ എന്നെ കാണുന്ന ഒത്തിരി നാളായിട്ട് എന്നെ കാണുന്ന ആൾക്കാർക്കും അത് മനസ്സിലാവും. നേച്ചുറൽ പാക്കിൻ്റെ ഗുണം എന്ന് പറയുന്നത് അതാണ്. നമ്മൾ ഇത്തിരി ക്ഷമയോട് കൂടി ഇരുന്നാലും നമുക്ക് അതിൻ്റെ റിസൾട്ട് പക്ക കിട്ടും. പിന്നെ അത് പോവില്ല, പോരാത്തതിന് സ്കിൻ നമ്മുടെ നാശമാവില്ല. അതാണ് ഉണ്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ ആ ഒരു തൈരിനെ നമ്മൾ മുഖത്തോട്ട് ഇങ്ങനെ അബ്സോർവ് ആക്കി കണ്ടു. കംപ്ലീറ്റ് കഴിഞ്ഞു. ഇത് കഴുകി കളയൊന്നും വേണ്ട. ഇനി നമ്മൾ പാക്ക് ഇടാൻ പോവാണ് കേട്ടോ. പെട്ടെന്ന് ചെയ്യാവുന്നൊരു കാര്യമാണ്. നമുക്ക് ആദ്യം തന്നെ വേണ്ടത് നമുക്ക് ഇച്ചിരികോളം ഓട്സ് പൊടി നൈസായിട്ട് പൊടിയണം കേട്ടോ. ഓട്സ് നൈസായിട്ട് പൊടിച്ചെടുക്കണം. ഇനിയിപ്പോൾ ഓട്സ് ഇല്ലെങ്കിൽ ഇത് കടലമാവിലായാലും ചെയ്യാം കേട്ടോ. ഇനി കടലമാവ് ഇല്ലെങ്കിൽ അരിപ്പൊടിയിലായാലും നമുക്ക് ചെയ്യാം. ഇതിലോട്ട് നമ്മൾ ഇത്രക്കോളം ഇതെടുത്തിട്ട് ഇതിൻ്റെ നീരൊന്ന് പിഴിയുന്നുണ്ട്. അപ്പോൾ 1 ടീസ്പൂൺ അത്രയ്ക്ക് തന്നെ വേണ്ടു കേട്ടോ. പിന്നെ ഇതിലോട്ട് നമ്മൾ ഇച്ചിരികോളം തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആകെപ്പാട് ഒരു 1/2 ടീസ്പൂൺ തൈരിൻ്റെ ആവശ്യം നമുക്കിവിടെ വന്നിട്ടുള്ളൂ. 1/4 ടീസ്പൂൺ ആദ്യം നമ്മൾ മുഖത്തേക്ക് തേച്ചു, പിന്നെ ബാക്കിയുള്ളത് ഇതേപോലെ തേക്കും ചെയ്തു.
ടീസ്പൂണൊന്നും എടുക്കണില്ല, വെറുതെ നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത് പെട്ടെന്ന് സെറ്റാവും നമുക്ക് ഈ ഒരു കാര്യം. നല്ല റിസൾട്ടാണ്. എനിക്ക് ബീട്രൂട്ടിൻ്റെ പാക്കഡായിട്ട് എനിക്ക് ഒത്തിരി ഭയങ്കര ഇഷ്ടം. നമുക്ക് നല്ല ബ്രൈറ്റ്നസ് നമ്മുടെ മുഖത്ത് ഫീൽ ചെയ്യും. ഇപ്പോൾ ഡ്രസ്സിൻ്റെ കളറും ഈ പാക്കിൻ്റെ കളറും സെറ്റായില്ലേ. നമ്മൾ മുഖത്തിടുമ്പോൾ ഒപ്പം തന്നെ കഴുത്തിലും കൂടി ഇടണം കേട്ടോ, അല്ലെങ്കിൽ മുഖം നല്ല ബ്രൈറ്റ് ആവുകയും ചെയ്യും, കഴുത്ത് ആ ഒരു ഡാർക്ക് നിൽക്കുകയും ചെയ്യും. ബീട്രൂട്ടൊക്കെ ആണെങ്കിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഡാർക്ക്നെസ്സിനെ പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. നമുക്കൊരു 15 മിനിറ്റ് നേരെ നമ്മുടെ മുഖത്തേക്ക് വേണ്ട കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് പച്ചവെള്ളത്തിൽ നോർമലായിട്ട് കഴുകി കളഞ്ഞാൽ മതി. ചൂടുവെള്ളം ഒന്നും എടുക്കേണ്ട കാര്യമില്ല. പിന്നെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു മോയ്സ്ചറൈസ് നിർബന്ധമായിട്ട് എപ്പോഴായാലും ഏത് പാക്കഡായാലും ഒരു മോയ്സ്ചറൈസ് നിർബന്ധമാണ് കേട്ടോ. അത് നമ്മൾ ചെയ്യണം, മസ്റ്റായിട്ട് നമ്മൾ ചെയ്യണം. അത് നമ്മുടെ സ്കിന്ന് ഏതാണെന്ന് വെച്ച് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള മോയ്സ്ചറൈസ് നമ്മൾ മേടിച്ച് വയ്ക്കുക, അത് തേച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ കറ്റാർവാഴ ജെല്ല് ഒറിജിനൽ, അതായത് വീട്ടിലത്തെ അല്ല, കടകളിൽ നിന്ന് മേടിക്കുന്ന ഒറിജിനൽ ആ ഒരു സാധനം നമ്മൾ മുഖത്തേക്ക് ചെയ്ത് കൊടുത്താലും മതി. അതും നല്ലതാണ്. നമുക്ക് നല്ല ആയുർവേദ കടയിൽ നിന്ന്, ലോക്കലായിട്ടുള്ളതല്ല, ആയുർവേദ കടയിൽ നിന്ന് നമുക്കത് മേടിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തേക്കുമ്പോൾ ഒന്ന് ഇതേപോലെ ഒന്ന് സ്കിന്നിലോട്ട് അബ്സർവ് ആവുന്ന രീതിയിലൊന്ന് തേച്ച് കൊടുക്കുക. എത്രയേ ഉള്ളൂ, ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് കഴുകി കളയാം കേട്ടോ. അപ്പോൾ കഴുകി കളഞ്ഞുള്ള റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞാൻ വേറൊരു കാര്യം പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഇത് നമ്മുടെ ബോറോളിനാണ്. ഈ ഒരു ഐറ്റം അടിപൊളിയാണ്. നമ്മുടെ സ്കിന്നിന് എല്ലാത്തിനും വളരെയധികം ഗുണം ചെയ്യണ ഒരു കാര്യമാണ് കേട്ടോ ബോറോളിൻ. അതെന്തിനൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുണ്ടിനുണ്ടാകണ ആ ഒരു ഡാർക്ക്നെസ് ഉണ്ടല്ലോ, അതുപോലെ തന്നെ വരൾച്ച, അതായത് വിണ്ട് പൊളിയണ പോലെയുള്ള ആ ഒരു ബുദ്ധിമുട്ടിനൊക്കെ ആയിട്ട് നമ്മൾ വൈകുന്നേരം ഇത് തേച്ച് കിടക്കുകയാണെങ്കിൽ നേരം വെളുക്കുമ്പോൾ നമ്മുടെ ചുണ്ടൊക്കെ നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും. ആ ഒരു കറുപ്പ് നിറം ഓട്ടോമാറ്റിക്കലി നമുക്ക് മാറി വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ഈ കയ്യിൻ്റെ ഈ ഭാഗത്തൊക്കെ കറുപ്പ് കളർ ചിലവർക്ക് ഉണ്ടാവും അല്ലേ, അതുപോലെ ഈ മുട്ടിൻ്റെ അവിടെ ഉണ്ടാവും, നമുക്ക് ഈ എൽബോൻ്റെ അവിടെയൊക്കെ ഉണ്ടാവും ഇല്ലേ. ഇതൊക്കെ നമ്മൾ തേച്ചതിന് ശേഷം വന്നിട്ടുള്ള മാറ്റങ്ങളാണ് കേട്ടോ. അപ്പം ഞാനിത് മേടിച്ചിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ. അപ്പോൾ കിട്ടിയ അന്ന് തൊട്ട് നമ്മളിത് തേക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കണ്ടാലാണ് നമുക്ക് മറ്റുള്ളവരുടെ അടുത്തൊന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മൾ ഇതിൽ കാണണം, ഇതിലൊക്കെ ഉപയോഗം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ നമ്മളിത് ചെയ്ത് നോക്കി നമുക്ക് റിസൾട്ട് കിട്ടിയാൽ നമുക്കിത് ധൈര്യമായിട്ട് നമുക്ക് നമ്മുടെ കൂട്ടുകാരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൻ്റെ മുട്ടിൽ, അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ ഉണ്ടാവുന്ന കറുപ്പ് കളറ്, പിന്നെ ഈ ഭാഗത്ത് എല്ലിൻ്റെ ഭാഗത്തൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ള കറുപ്പ് കളറ്, കാലിൻ്റെ ഞെരിയാണി, ആ ഒരു മുട്ടിൻ്റെ ഇതുണ്ട്, പാദത്തിൻ്റെ ഭാഗത്തൊരു ഉണ്ട പോലത്തെ സാധനമില്ലേ, അവിടെയൊക്കെ നമുക്ക് ഇത് തേച്ച് കൊടുക്കാം. പിന്നെ കാല് ഉണ്ടെങ്കിൽ, അതായത് ഈ സീസണിൽ, മഞ്ഞ സീസണിൽ ആർക്കും വരാത്തൊരു കാര്യമാണ് നമുക്ക് ഈ സീസണിൽ വരിക. നമ്മുടെ സ്കിന്ന് വളരെയധികം ഡ്രൈ ആയിട്ട് പോണൊരു സമയമാണ് ഇപ്പോൾ. അപ്പോൾ അവർക്കും കാല് വിള്ളലുണ്ടെങ്കിൽ അവിടെ നമുക്ക് തേച്ച് കൊടുക്കാം. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുല കുടിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അവരുടെ അമ്മമാരുടെ മുലക്കണ്ണിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ചെറുതായിട്ട് പൊട്ടലൊക്കെ ഉണ്ടാവും. അവരിങ്ങനെ കുടിച്ചൊക്കെ അങ്ങനെ ഒരു പൊട്ടൽ, അതുപോലെ തന്നെ ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അത് ഏത് അമ്മമാർക്കും ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ അവർക്ക് ഇത് നല്ലതാണ് കേട്ടോ, നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണിയോൾ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം
നല്ലപോലെ കഴുകിയിട്ട് ഈ ഓയിൽമെൻറ്റ് പറ്റി കൊടുക്കുക. പിന്നെ അവർക്ക് ഓർമ്മയില്ലാണ്ട് ഇത് വായിൽ വെച്ച് കൊടുക്കരുത്. കഴുകിയതിന് ശേഷം മാത്രം കുടിക്കാൻ കൊടുക്കുക കേട്ടോ. അപ്പോൾ അവർക്ക് ആ ഒരു വേദനയും കുറഞ്ഞ് കിട്ടും. അതേപോലെ തന്നെ ആ ഒരു വിള്ളലൊക്കെ ഉണ്ടല്ലോ, നല്ല വേദനയാണ് അത്. അനുഭവിച്ചിട്ടുള്ള ഏത് അമ്മമാർക്കായാലും അതറിയാവുന്ന ഒരു കേസാണ്. അപ്പോൾ അവർക്കൊക്കെ വളരെയധികം നല്ലതാണ്. നമുക്കിത് ഓൺലൈനിൽ മേടിക്കാൻ കിട്ടും, നമുക്ക് സാധാ മെഡിക്കൽ ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടും. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്മെല്ലാണ് കേട്ടോ. നല്ല അടിപൊളി മണമാണ്. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ അവിടെ ഉണ്ടാവുന്ന ഡാർക്ക്നെസ് കുറയാനും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതൊരു നല്ലൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ പണ്ട് ആൾക്കാരൊക്കെ ഈ ഒരു സാധനം ഉപയോഗിച്ചിരുന്ന ആൾക്കാരാണ് കേട്ടോ. ഇപ്പോൾ അത് വീണ്ടും വീണ്ടും നമുക്കിത് ഇതിൻ്റെ റിസൾട്ട് ഒന്നും കൂടി അറിഞ്ഞു തുടങ്ങിയപ്പോൾ എല്ലാവരും ഇത് മേടിക്കുന്നുണ്ട്. അതുപോലെ അങ്ങനെ കണ്ടിട്ട് തന്നെയാണ് ഞാനും മേടിച്ചത് കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു പ്രോഡക്റ്റാണ്. പറ്റാവുന്നവർ ഓൺലൈനിലായിട്ട് മേടിക്കുക, ഇല്ലെങ്കിൽ നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ പറഞ്ഞ് മേടിക്കുക. ബോറോളിൻ കേട്ടോ പേര് ഇതിൻ്റെ. ഇനി നമുക്കിതിൻ്റെ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയ്ക്കൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യണം കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.